السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹിറാ ഗുഹയുടെ ഇരുട്ടിൽ 40 വയസ്സുകാരനായ മുഹമ്മദ് എന്ന മനുഷ്യൻ ഒറ്റക്കിരിക്കുകയാണ്. അങ്ങോട്ട് അപരിചിതനായ ഒരാൾ കയറി വരുന്നു. അത് മലക്ക് ജിബ്രീലായിരുന്നു. ഇത് വഹയിൻ്റെ തുടക്കമാണ്. പ്രിയപ്പെട്ടവരെ, ഒരല്പനേരം നബിയുടെ കൂടെ ഹിറാ ഗുഹയിൽ നിന്ന് നമുക്കും സഞ്ചരിക്കാം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വഹയിൻ്റെ ഭാഗമായി ആദ്യമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായത് സത്യസന്ധമായ നല്ല നല്ല സ്വപ്നങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം നേരം വെളുക്കുമ്പോൾ കൺമുന്നിൽ കാണുകയാണ്. ആ സ്വപ്നങ്ങൾ സത്യമായി പുലരുകയാണ്. പ്രഭാതത്തിൻ്റെ പ്രകാശം പോലെ അത് പ്രകടമായിരുന്നു. അതായിരുന്നു നബിക്ക് ആദ്യമുണ്ടായത്, നല്ല നല്ല സ്വപ്നങ്ങൾ. പിന്നെ പിന്നെ നബി ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു. മക്കയുടെ മലിനമായ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് നബി ഭക്ഷണപ്പൊതികളുമായി കുറച്ച് ദിവസങ്ങൾ ഹിറാ ഗുഹയിലേക്ക് പോകും. വിഭവങ്ങൾ തീർന്നാൽ നബി വീണ്ടും തിരിച്ചു വരും. ഖദീജയുടെ അടുക്കൽ നിന്ന് പാദേയങ്ങൾ ഒരുക്കി ആ പാദേയങ്ങളും ചുമന്ന് വീണ്ടും ഹിറാ ഗുഹയിലേക്ക് മടങ്ങും. ഇതായിരുന്നു നബിയുടെ രീതി. അങ്ങനെ നബി ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന ഒരു ദിവസമാണ് ജിബ്രീൽ വരുന്നത്. സംഭവ ബഹുലമായിരുന്നു ആ കൂടിക്കാഴ്ച. ജിബ്രീൽ നബിയോട് എന്താ പറഞ്ഞത്? ഇഖ്റ, വായിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മനുഷ്യനെ കാണുകയാണ്, അതും ഒരു ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ. ആ മനുഷ്യൻ ആദ്യമായിട്ട് പറയുന്നത് വായിക്കുന്നാണ്. നബിക്ക് വായിക്കാൻ കഴിയോ? നബി വായന പഠിച്ചിട്ടുണ്ടോ? പാഠശാലകളുടെ പടികൾ ചവിട്ടിയിട്ടില്ല, ഓത്തുപള്ളിയിൽ പോയിട്ടില്ല, എഴുത്തും വായനയും ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ കഴിയൂല, ഞാൻ വായിക്കുന്നവനല്ല, ഞാൻ എഴുത്തും വായനയും പഠിച്ചിട്ടില്ല. ജിബ്രീൽ ഒന്ന് അണച്ചുപൂട്ടി ശക്തമായി ഞെരുക്കി, എന്നിട്ട് പറഞ്ഞു, ഇഖ്റ, വായിക്ക്. നബി എങ്ങനെയാണ് വായിക്കുക? മാ അന ബിഖാരി, വായിക്കാൻ അറിയില്ല. ജിബ്രീൽ വീണ്ടും വാരിപ്പുണർന്നു. വല്ലാത്ത പിടുത്തമാണത്. നബിക്ക് വേദന എടുക്കുന്നുണ്ട്. വീണ്ടും ജിബ്രീൽ പറഞ്ഞു, ഇഖ്റ, വായിക്ക്. മൂന്നാമത് നബിയുടെ മറുപടിയിൽ മാറ്റൊന്നുമില്ല. മാ അന ബിഖാരി, ഞാൻ വായിക്കുന്നവനല്ല, എനിക്ക് വായിക്കാൻ അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം 3 തവണ ഞെരുക്കി പിടിച്ചതിന് ശേഷം, വാരിപ്പുണർന്നതിന് ശേഷം നബിയോട് പറയാണ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം. ഖുർആനിലെ 96-ാം അധ്യായം സൂറത്തുൽ അലഖിലെ ആദ്യ വചനങ്ങൾ അവതരിച്ചു. പ്രിയപ്പെട്ടവരെ, 23 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന നുബുവത്ത് എന്ന വലിയ ഉത്തരവാദിത്തത്തിൻ്റെ തുടക്കമായിരുന്നു അത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ച് വറച്ച് നബി അഭയം തേടുന്നത് എവിടെയാണ്? ആരെയാണ് നബി അന്വേഷിച്ചത്? പ്രിയതമ ഖദീജയെ തന്നെയാണ്. ഇവിടെ വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നബി ഓടിച്ചെല്ലുന്നത്, സാന്ത്വനം തേടി ചെന്നെത്തുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അരികിലേക്കല്ല. നബി ആദ്യം ഓർക്കുന്നത് ഖദീജയെയാണ്. ആ പ്രിയപ്പെട്ടവൾ നബിക്ക് നൽകിയ സാന്ത്വനവും പരിചരണവും പരിഗണനയും ആ മനസ്സിലുണ്ടാവില്ലേ? അതായിരിക്കില്ലേ നബിയെ ഖദീജയെ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചത്? വീട്ടിൽ നിന്ന് ഭക്ഷണപ്പൊതികളുമായി ഗുഹയിലെത്തിയ നബി ഖദീജയുടെ വീട്ടുപടിക്കലേക്ക് തിരിച്ചു വരുന്നത് ഹൃദയത്തിൽ വഹയിന്റെ വെളിച്ചവും ചുണ്ടുകളിൽ ഖുർആനിന്റെ ആയത്തുകളുമായിട്ടാണ്.
വാതിൽ മുട്ടി സമ്മിലൂനി സമ്മിലൂനി, ഖദീജ ഒന്ന് പുതപ്പിട്ടുതാ, എന്നെ ഒന്ന് മൂടിപ്പുതച്ചു തരണം. ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്തു പിടിച്ചു, സാന്ത്വനത്തിന്റെ വാക്കുകൾ പറഞ്ഞു. നബി പറയാണ്, ലഖദ് ഖശീതു അലാ നഫ്സി, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് ഞാൻ പേടിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ പറയാണ്, അത് വല്ലാത്ത വാക്കുകളാണ്. കല്ലാ വല്ലാഹി മാ യുഖ്സീകല്ലാഹു അബദ, അല്ലാഹുവാണ്, അല്ലാഹു നിങ്ങളെ കൈവിടുകയില്ല, അല്ലാഹു നിങ്ങളെ സങ്കടപ്പെടുത്തുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നബിയായി നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ മക്കയിലെ ആളുകൾക്ക് അള്ളാഹുവിനെ അറിയാം. അതല്ലേ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ, അള്ളാഹു നിങ്ങളെ കൈയൊഴിയുകയില്ല. അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്. നബിയുടെ ഉപ്പയുടെ പേരെന്താണ്? അബ്ദുള്ള എന്നാണ്. അള്ളാഹുവിന്റെ അടിമ എന്നാണ്. അത് നബി ഇട്ട് കൊടുത്ത പേരല്ലല്ലോ, നബി ജനിക്കുന്നതിന് മുമ്പേ ഉള്ള പേരല്ലേ. അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ ആളുകളൊന്നുമല്ല മക്കയിലുള്ളവർ. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അതവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല, ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഖദീജ റളിയല്ലാഹു അൻഹ നബിയോട് പറയാണ്, ഇന്നക തസിലുർ റഹീം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം വതക്രി ദൈഫ്. നബിയുടെ ഗുണങ്ങൾ എടുത്തു പറയാൻ, നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവനാണ്, അതിഥിയെ ആദരിക്കുന്നവനാണ്, ഇല്ലാത്തവന് വേണ്ടി അധ്വാനിക്കുന്നവനാണ്, കഷ്ടപ്പെടുന്നവന്റെ ഭാരം ചുമക്കുന്നവനാണ്, നിങ്ങളെ അള്ളാഹു കൈവിടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹയും പിന്നെ പോകുന്നത് വറഖത്ത് ബിൻ നൗഫൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്കാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയുടെ സഹോദരന്റെ പുത്രനാണ് വറഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹം ക്രിസ്ത്യാനിയായി മക്കയിൽ ജീവിച്ചിരുന്ന ആളാണ്. ഇഞ്ചിലിലൊക്കെ അറിവുണ്ട്, ഇബ്രാനി ഭാഷ അറിയാം. ആ ഭാഷയിൽ ഇഞ്ചീലിന്റെ ചില ഭാഗങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വറഖത്ത് ബിൻ നൗഫലിനെ ചെന്ന് കണ്ടു, വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ വറക്ക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് കണ്ടത്? നബി സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു. എല്ലാം കേട്ടതിന് ശേഷം വറഖത്ത് ബിൻ നൗഫൽ പറയാണ്, ഇത് മൂസാ നബിയുടെ അരികിൽ വന്ന മലക്കാണ്. എന്നിട്ട് പറയാണ്, ലൈതനി ഹയ്യൻ ഇത് ഉഖ്രിജക ഖൗമുക്, നിന്റെ ആളുകൾ നിന്നെ ആട്ടിപ്പുറത്താക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ. അപ്പൊ നബി ചോദിക്കുന്നുണ്ട്, അവ മുഖ്രിജിയഹും, എന്റെ നാട്ടുകാർ എന്നെ ആട്ടിപ്പുറത്താക്കിയേ, ഞാൻ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനല്ലേ, അവരെന്നെ പുറത്താക്കുമോ? വറക്കയുടെ മറുപടി, ഇതിനു മുമ്പ് ഈ സന്ദേശവുമായി വന്ന വേറെയും കുറെ ആളുകളുണ്ട്, അവർക്കൊന്നും ശത്രുക്കളില്ലാതിരുന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക, ദഅവത്ത് എന്നുള്ളത് അതൊരു റിസ്ക്കും ഇല്ലാത്ത പണിയാന്ന് ആരും വിചാരിക്കണ്ട. ഇതിന് കഷ്ടപ്പാടുണ്ട്, അധ്വാനമുണ്ട്, പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും. എന്നിട്ട് വറഖത്ത് ബിൻ നൗഫൽ പറയുന്നുണ്ട്, ഇൻ യുദ്രിക്നി യൗമുക്, നീ പ്രബോധനം തുടങ്ങുന്ന ദിവസങ്ങളിൽ ഞാനുണ്ടെങ്കിൽ, അൻസുർക നസ്റൻ മുഅസ്സറ, ശക്തമായ പിന്തുണ ഈ വറഖത്ത് ബിൻ നൗഫൽ നിനക്ക് നൽകും, നിന്നെ ഞാൻ സഹായിക്കും. പക്ഷേ വറക്ക അധികകാലമൊന്നും പിന്നെ ജീവിച്ചിട്ടില്ല. നബിയുടെ പ്രബോധനത്തിന് മുമ്പ് തന്നെ ആ വാക്കുകൾ പറഞ്ഞതിന് ശേഷം അധികമൊന്നും കഴിയാതെ വറഖത്ത് ബിൻ നൗഫൽ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു. കുറച്ചു കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നിലക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇത് വഹീന്റെ തുടക്കമായിരുന്നു. ഈ ലോകത്തിന് ഒരവസാനമുണ്ട്. എല്ലാം നശിച്ച് ഒന്നുമല്ലാതായിത്തീരുന്ന ഒരൊടുക്കമുണ്ട്. അവസാന ദിവസം വരെ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും വഴികാട്ടിയായി മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന മനുഷ്യനെ അള്ളാഹു നബിയായി റസൂലായി തെരഞ്ഞെടുത്തിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം.